അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സുധാമാവ് ചെയ്ത പോലെ തന്നെ, സുധാമാവ് എന്താ പറഞ്ഞതെന്നറിയും? സുധാമാവ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഭഗവാൻ അനവസരമായി ഒരിക്കലും കയറി ഇടപെട്ടിട്ടില്ല. ആസേ കൃഷ്ണൻ എന്ന വ്യക്തി, പറയുന്നത് മനസ്സിലാവണുണ്ടോ? ആസേ കൃഷ്ണൻ എന്ന വ്യക്തി ഒരിക്കലും ആളുടെ ജീവിതത്തിനുള്ളിൽ കയറിയിട്ടില്ല. കാരണം നമുക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൗഹൃദങ്ങൾ വന്നു കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ മേഖലകളിലാവും അല്ലേ. ഒരു കാലത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും, പിന്നീട് നമ്മൾ കുടുംബമാകുമ്പോൾ നമ്മളെ സഹായിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവൻ എന്തുണ്ട്? അവൻ്റെ കുടുംബമുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചും സുധാമാവിനെ സംബന്ധിച്ചും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇച്ഛാസ്വാതന്ത്ര്യം വളരെ വലുതാണ്. എന്താണ്? ഇച്ഛാസ്വാതന്ത്ര്യം വളരെ വലുതാണ്. അതേപോലെ തന്നെ മറ്റൊരു സങ്കല്പമാണ്, ഭഗവാൻ ഭക്തിയെ പരീക്ഷിക്കും. ഭക്തിയെ പോലും പരീക്ഷിക്കും. അതാണ് ഞാൻ ഈ സത്സംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ പോലും എന്തുണ്ടാവരുത്? അഹങ്കാരഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. ഞാൻ ആദ്യമല്ല, എല്ലാവരിൽ നിന്ന് അവസാനം തന്നെ ഞാൻ നിന്നാൽ മതി. ഏറ്റവും അവസാനം നിന്നവനെ മാത്രമേ ആര് മുമ്പിൽ കൊണ്ടുപോയിട്ടുള്ളൂ? ഭഗവാൻ മുന്നിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഒന്ന് ആലോചിച്ച് നോക്കുക സജ്ജനങ്ങളെ, ഭഗവാനെ കാണാനായി വരുന്ന സമയം പുണ്യശ്ലോകനായിരിക്കുന്ന സുധാമാവിൻ്റെ മനസ്സിലെ ചിന്ത, എന്നെ കൃഷ്ണൻ മനസ്സിലാക്കുമോ? ഇല്ലേ, എന്നെ അവൻ അറിയുമോ? എനിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുമോ? അവനെവിടെ ഇരിക്കണേ? രത്നസിംഹാസനത്തിലാണ് ഇരിക്കുന്നത്, ചക്രവർത്തിയാ. ആ ഭഗവാനെ എനിക്ക് കാണാൻ പറ്റുമോ? ഭാര്യ പറഞ്ഞു വിട്ടു ഇതൊക്കെ കൊടുത്തിട്ട് പറയുക. എന്താ കൊടുത്തിട്ട് പറഞ്ഞത്? പോയി ചോദിക്ക്, വല്ലോം തരും. ഇല്ലേ, പട്ടിണി മാറി എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. ഇല്ലേ, നമ്മുടെ നിങ്ങൾ കണ്ടില്ലേ എന്താ നമ്മുടെ കുട്ടികൾ പട്ടിണി കിടക്കണോ? കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യുക? ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ട് സുശീല വീണ്ടും മഹതിയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എന്തുകൊണ്ട് മഹതിയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കാരണം, തൻ്റെ പതിയെ ഭഗവാന്റെ സന്നിധിയിലേക്ക് പറഞ്ഞു വിടുന്ന കാരണം ആരാ? ഈ ധർമ്മപത്നിയാ. അതുകൊണ്ടാണ് അവൾ ധർമ്മപത്നി എന്ന പദവിക്ക് യോഗ്യയായത്. ഭർത്താവ് ചെയ്യുന്ന ധർമ്മത്തിനെ കൂടെ നിൽക്കുന്നവളാണ് ആര്? ധർമ്മപത്നി. ഇല്ലേ, ധർമ്മം അനുഷ്ഠിക്കുന്നവളാണ് ധർമ്മപത്നി. ഭർത്താവിനെ ധർമ്മം ചെയ്യുവാൻ സഹായിക്കുന്ന ആളാണ് ആര്? സഹധർമ്മിണി. ധർമ്മം ചെയ്യുന്ന സ്ത്രീയാകുമ്പോൾ ധർമ്മപത്നിയാകും, സഹായിക്കുമ്പോൾ സഹധർമ്മിണിയാകും. യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്തു? അയൽവീക്കത്തിലൊക്കെ പോയി ഭിക്ഷ യാചിച്ച് കൊടുത്തു വിട്ടു. ആ സാധനവുമായി അവിടെ പോയി. അവിടെ ചെന്ന് ത്രികാലജ്ഞാനിയായ ഈ ചെന്താമര കണ്ണനുണ്ടല്ലോ, അവൻ അറിഞ്ഞു. അവൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അവൻ്റെ അന്തഃപുരത്തിലിരുന്നപ്പോൾ അവൻ മനസ്സിലായി, എന്നെ അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ അമ്മയോടൊപ്പം ഇങ്ങനെ ചെറിയ കളികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, എത്ര സുന്ദരമായിട്ട് മലയാള ഭാഗവതത്തിൽ എഴുത്തച്ഛൻ അത് എഴുതി വെച്ചിരിക്കണമെന്ന് വായിക്കണം. സത്യം കരഞ്ഞു പോവാൻ രംഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ സുന്ദരമായി ഭഗവാന്റെ ആ ഒരു തിരുനയനങ്ങൾ, ഭഗവാന്റെ ആ ഒരു തൃച്ചേവടികളൊക്കെ തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സുധാമാവ് ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ച് വന്ന് ഭഗവാന്റെ ആ കൊട്ടാരത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ ത്രികാലജ്ഞാനിയായ സാക്ഷാൽ നാരായണ മഹാപ്രഭു തൻ്റെ സ്ഥാനവും തൻ്റെ മാനവും ഒന്നും ഭഗവാൻ നോക്കിയില്ല. 14 ലോകവും തൻ്റെ കാൽക്കലാണ് എന്നൊരു വിചാരം ആർക്കുണ്ടായിട്ടില്ല? ഭഗവാൻ ഉണ്ടായിട്ടില്ല. ഓടി ഭഗവാൻ ആരുടെ അടുത്തേക്ക്? വേച്ച് കാലുകളോടുകൂടി വരുന്നവനായിരിക്കണം സുധാമാവിൻ്റെ അടുത്ത്. അങ്ങനെ സുധാമാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്തി സുധാമാവിനെ ഭഗവാൻ വാരി പുണരുന്ന ഒരു രംഗമുണ്ട്. അല്ലേ, മനസ്സിലാകണുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഉമാനന്ദ സ്വാമി ചോദിക്കുന്ന പോലെ മനസ്സിലാവുണ്ടോ സജ്ജനങ്ങളെ?